കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ? ഞാനിപ്പോൾ ഇത്രയും പ്രായമായിട്ടും ഞാൻ പറയുന്നത് ഒരു പുതിയ പ്രക്ഷേപണ സംസ്കാരം അതിൻ്റെ വിന്യാസത്തിലും അതിൻ്റെ വിതരണത്തിലുമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കുറേ കാലം കൂടി ഈ സ്ഥാപനത്തെ നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയും. കാര്യം എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ അന്നമാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതോടൊപ്പം ഈ സ്ഥാപനം അപ്പോൾ ഈ കേരള വിഷൻ തന്നെ 1000 കോടിയിലേക്കോ കടന്നപ്പോൾ ഞാൻ നിങ്ങളെക്കാളും സന്തോഷിച്ച ആളാണ്. കാര്യം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം വെല്ലുവിളികൾക്ക് നടുവിൽ നിന്നൊരു സ്ഥാപനം 1000 കോടി ക്ലബിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ നേട്ടമായിട്ടല്ല ഞാൻ കാണുന്നത്. അപ്പോൾ അത് അത്രയും വലിയ നേട്ടങ്ങൾ ഇപ്പോൾ മൈജി ഷാജിയോട് സംസാരിക്കുമ്പോൾ അതേ 4000 കോടി കടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത്ഭുതമാണ്. 4000 കോടിയുടെ വിറ്റുവരവുള്ളൊരു സ്ഥാപനം അദ്ദേഹത്തിന് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ആ മനുഷ്യനെ ആദരിച്ചു പോകും നമ്മൾ എന്ന് പറയുന്ന പോലെ നമുക്കിത് കേരള വിഷനൊരു അത്ഭുതമാണ്. അതോടൊപ്പം മനുഷ്യൻ്റെ കണ്ണീരും നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇനി നമുക്ക് എല്ലാ വർഷവും ഞാനിവിടെ ഉണ്ടല്ലോ, അടുത്ത വർഷവും ഈ കേബിൾ ഇതിന് സിദ്ദിഖ് ജി എന്നെ വിളിക്കും. അതുകൊണ്ട് ഇന്ന് പറഞ്ഞതിന് എന്തെങ്കിലും സംശയം വന്നാൽ നിങ്ങൾ അടുത്ത കൊല്ലം ചോദിച്ചാലും മതി. അന്ന് സ്ഥിതിയിലൊന്നും മാറാൻ പോകുന്നൊന്നുമില്ല. ഇതുപോലെ തന്നെ അന്ന് ഞാൻ മറുപടി പറയാം. ഗുഡ് ബൈ.